പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ശ്രീമദ് നാരായണീയത്തിലെ ഭക്തിപ്രാർത്ഥന എന്ന 3-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാകുന്നു. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ഭവദ്ഭക്തിസ്ഥാവത് പ്രമുഖമധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേത് അഖിലപരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഭവദ്ഭക്തി താവത് പ്രമുഖമധുര ത്വദ്ഗുണരസാത് കിം അഭി ആരൂഢ ചേത് അഖിലപരിതാപപ്രശമനീ പുനഃ ച അന്തേ സ്വാന്തേ വിമലപരിബോധോദയന്മിളമഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യം അപരം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഭവദ്ഭക്തി താവത് ത്വദ്ഗുണരസാത് പ്രമുഖമധുര കിമപി ആരൂഢ ചേത് അഖിലപരിതാപപ്രശമനീ പുനഃ അന്തേജ സ്വാന്തേ വിമലപരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി അതഃ അപരം കിം അർത്ഥ്യം. അല്ലയോ ഗുരുവായൂർപുരേശ, അങ്ങയുടെ ഗുണഗണങ്ങൾ മൂലം അങ്ങയിലുണ്ടാകുന്ന ഭക്തി തുടക്കത്തിൽ തന്നെ മധുരിക്കുന്നതാണ്. ആ ഭക്തി വർദ്ധിക്കുന്നതോടുകൂടി സകല സന്താപങ്ങളെയും പീഡകളെയും നശിപ്പിക്കുന്നു. ഒടുവിൽ നിർമ്മല ജ്ഞാനമുദിപ്പിച്ച് അത് ആ ഭക്തി പരമാനന്ദ ഐക്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുമപ്പുറം ഭക്തനായ എനിക്ക് എന്താണ് വേണ്ടത്? ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.